സമുദ്ര ബസ് എന്താ അതിൻ്റെ കാര്യം? ഞാൻ വിഴിഞ്ഞത്ത് പോയി. ഞാൻ ഈ ചെറുപ്പത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടി. ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും. ചെങ്ങന്നൂർ കടലില്ലെങ്കിലും ആലപ്പുഴ കടലോര ജില്ലയാണ്. എത്രയോ കാലമായി ഫിഷർമാൻ സൊസൈറ്റി പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ഈ അമ്മമാർ കണ്ടപ്പോൾ ഈ പ്രായമുള്ള അമ്മമാരെ തൊരയിൽ ഇത് വെച്ചിട്ട് ഓട്ടോറിക്ഷയുടെ പുറകിലോട്ട് കൂടി ഇതങ്ങ് അടുക്കും. അപ്പോൾ നേരെ സിറ്റിക്കകത്ത് വരും, ഓരോ സ്ഥലത്തുകൊണ്ട് ഇത് ഇറക്കി വെക്കും, കച്ചവടം ചെയ്യും, തിരിച്ച് ഓട്ടോറിക്ഷ ചെയ്യും. അപ്പം വരുന്നതിന് ഓട്ടോറിക്ഷ ചിലവ്, പോകുന്നതിന് ഓട്ടോറിക്ഷ ചിലവ്, ഇവരുടെ ഒരു ദൈനംദിന കൃത്യം പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ, പരിതാപകരമായ അവസ്ഥ. ഞാനിവിടെ വന്ന് ആന്റണി രാജുവിനോട് ചോദിച്ചു, ആന്റണി രാജു, നമുക്ക് എന്താ ഒരു പരിഹാരം? നമുക്കൊരു സ്കീം, കാശൊന്നുമില്ല, പക്ഷെ നല്ല പൈസ ആവും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് ഒരു പ്രോജക്റ്റാണ്. ആവശ്യത്തിന് ബസ്, 3 ബസ് ഇട്ടു. വിഴിഞ്ഞം മുതൽ ഇങ്ങോട്ടുള്ള ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മീൻ പിടിച്ചു വരുന്ന ഈ അമ്മമാർക്ക് ഇവരെന്താണെന്നറിയോ, ഹാർബറിൽ ചെന്ന് നിന്നാൽ മതി. ഇവർ മീൻ എടുക്കുന്നു, ഇവർ നമ്മുടെ വണ്ടിക്കകത്ത് പ്രത്യേക സംവിധാനം ഒരുക്കി അതിനകത്ത് കയറ്റി വെക്കുന്നു. ഇതുപോലെ പാട്ടൊക്കെ പാടി വലിയ ചരിവൊക്കെ വെക്കാൻ പറ്റും. അല്ല, പുറത്തെ അതിൻ്റെ സംവിധാനമുണ്ട്. ഇത് പ്രത്യേകം ബസ് പണിതെടുത്ത. എന്നിട്ട് ഈ സിറ്റിക്കകത്ത് വന്ന് ഓരോ സ്ഥലത്ത് വെക്കും. തിരിച്ച് പോകാൻ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈം മീൻ വിറ്റ് തരും, വിൽപ്പന കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകും. ഇവർക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോഴും ആ സ്കീം തുടരുകയാണ്. കോടിക്കണക്കിന് ഞങ്ങൾ KSRTC കടയ്ക്കുന്നത്. KSRTC ഭയങ്കര സന്തോഷം ഇവർക്ക്. കാരണം എന്ന് വെച്ചാൽ മറ്റ് ജില്ലകളിൽ നമ്മൾ നോക്കിപ്പോയി അവിടെ ഇതുപോലെ മീൻ വിൽപ്പനക്കാരില്ല. ഏറ്റവും കൂടുതൽ വിൽപ്പനക്കാരുള്ളത് തിരുവനന്തപുരത്ത്, ഏറ്റവും ആവശ്യമുള്ളത് തിരുവനന്തപുരത്ത്. അത് നമ്മൾ നടപ്പാക്കി. അതാണ് സമുദ്ര ബസ്. ഒരു കാര്യം കൂടെ പറയാം, മറ്റ് ജില്ലകളിൽ ഇത്തരം ബസ്സിന്റെ ആവശ്യകത അത്രയും വരുന്നില്ല. സെയിൽസിലേക്ക് ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ ഇവിടാണ് കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ കച്ചവടത്തിന് പോകുന്നത്. അതിനാണ് നമ്മൾ ഇവിടെ ബസ് ഇട്ട്. അത് അവർക്ക് വലിയ വിജയകരമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു ഒരു നല്ല പദ്ധതിയാണ് പാക്കിയത്. ഇത് കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഇവരുടെ ആവശ്യങ്ങളിലേക്ക് വളരെ സൂക്ഷ്മതലത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട് ഇതൊക്കെ കാണുമ്പോൾ.